പരമേശ്വരായിടും തമ്പുരാനേ പരമേതിൽ പാരിലെല്ലാം പരം പരം നീജനല്ലോ സുരനുടെ വൈരിയാകും ശുരനാം ദാരികന്റെ ശിരമതു പൊരുതറിഞ്ഞു ദേവകൾ ശൂരമേന്തി ശിവ ശിവ കാഴ്ചയുന്നു തിരുമുൻപിലിഹ കൊണ്ടുവന്നേ കരുതിന കൂളിമാരും കണങ്ങളും ഇണങ്ങി വന്നു കരുതിനവരമെല്ലാവർക്കും വ്യാകുല മഹിളനാഥ ഹരിമംഗളം നാൾ കരുത്തു നീ അരുൾഗമേന്മേ ഇന്നു നീ ചെയ്ത വേല എത്രയും നന്ന് മലനാമസുരനെ കൊന്നതും നന്ന് തൊടുന്നതു കാഴ്ച നന്ന് വെന്നിയും ബലവും കീർത്തി നിനക്കായിട്ടിരിക്കയൻ മകളെ കാളി അർക്കനും ഹരനും വാഴ്ക ഹരിമുറയവരും വാഴ്ക വാഴ്ക സ്വർഗവും ഇന്ദ്രൻ വാഴ്ക സ്വാമിമാർ വാഴ്ക വാഴ്ക മുടിച്ചുടൻ ഭദ്രകാളി ദാരിക കുലത്തെയെല്ലാം അടക്കുമേയൊടുക്കവാറു പൂളികൾ കളിച്ചവാറും ശ്രീ കുറുമ്പയാൽ വധിച്ചവാറും തിരുമൊഴി കേൾക്കുന്നവർക്കും ഏകദശം കാണുന്നോർക്കും അഴകിയ ഗുണം വരുത്തി അഴകേറും ശ്രീ കുറുമ്പയമ്മേ കൈതൊഴുന്നേ ശ്രീ കൈലാസനാഥ ഹരിമംഗളം ഹരിമംഗളം ഹരിമംഗളം. ഞാൻ തീയാട്ട് പഠിച്ചോ, ഭദ്രാവതി തീയാട്ട് പഠിച്ച ഭദ്രാവതി ഞാൻ ചെയ്യാൻ പോകാറില്ല. പക്ഷെ ഈ കുടിയേറ്റൊന്നാണ് പഠിച്ചിരിക്കുന്നു വിചാരിച്ച് പഠിച്ച. അതിനകത്ത് പറയണത് ദാരികാര്യത്തിന് വേണ്ടി ഭദ്രാളി ജനിച്ചു. ഭദ്രാളി ശിവനോട് ചോദിക്കാനായിട്ടൊരു ശ്ലോകമുണ്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞു, ദാരികാവതാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കണ്ടേ. അപ്പൊ ശിവൻ പറയാണ്, നീ ഭൂമിയിലേക്ക് പൊക്കോളൂ, നിനക്ക് ആലയങ്ങൾ വന്ന് അവർ ആരാധിച്ചോളാണ്. അങ്ങനെയാണ് ആരാധനാലയങ്ങൾ കേരളത്തിൽ ഉണ്ടായതാണ്. ഭദ്രാളിക്ക് ആരാധിക്കും. അതിനകത്ത് പറയണ്ട എന്റെ ഇറച്ചിയും കള്ളു നിനക്ക് വെച്ച് നേരിക്കുന്ന ശിവൻ പറയുന്നത്. അതാണ് പണ്ട് കാലത്ത് കുരുതി മദ്യമൊക്കെ ഭദ്രാളിക്ക് നേരിച്ചിട്ട് ഒരു രീതിയാണ്. അത് ഇന്നിപ്പോ നിക്ഷിപ്തമാണ്, ഉപയോഗിക്കാൻ പാടില്ലായതുപോലെ നമ്മൾ ആ സത്യങ്ങള് പണ്ട് കാലത്തുണ്ട്. തീയാറിന്റെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധവും നിനക്ക് ഏതെന്ന് പറയുന്നുണ്ട്. വിശുദ്ധം എന്ന് വെച്ചാൽ ഇറച്ചി മദ്യം നിനക്ക് നൽകും, നീ ഭൂമിയിലേക്ക് പൊക്കോളൂ എന്ന് പറയുക. അങ്ങനെയാണ് കേരളത്തിൽ ഭദ്രാവതി ക്ഷേത്രങ്ങൾ ഉണ്ടായെന്നാണ്. ഈ അഗ്നികോളമായിട്ട് പോയി ദാരിയാവതം കഴിഞ്ഞു വരുമ്പോ അത്ര ഘോരരൂപിണിയായിട്ടാണ് വരുന്നത്. അപ്പൊ നാരദ മഹർഷി കൈലാസിച്ച് ശിവനോട് പറയുകയാണ്, ഇങ്ങനെ പറയുന്നുണ്ട് കൈലാസിലേക്ക് ദാരിദ്ര്യ ശിവസ്വാമി. അപ്പൊ ശിവന് പോലും ആ രൂപം മനസ്സിലാവണില്ല. അന്നേരം ആ രൂപം കുറിച്ച് കാണിച്ചു തരണം. അങ്ങനെ കുറിച്ചു കൊടുത്തവനാണ് കുറുപ്പായിട്ട് മാറി. അങ്ങനെയാണ് കളമെടുത്ത് കുറിക്കണം, ഇത് കുറിച്ച് കാണിക്കുക. അങ്ങനെയാണ് എന്താ കുറുപ്പ ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞിട്ട്. അപ്പോഴാണ് സുബ്രഹ്മണ്യോടും കിടന്നോടും ശിശുക്കളുടെ രൂപത്തിൽ ഗോപുരത്തിന് കിടക്കാൻ പറയും. അപ്പൊ ഗോപുരത്ത് ഇങ്ങനെ അനാഥരായിട്ട് പിള്ളേര് കരയണാകുമ്പോ സ്ത്രീ ആണെങ്കിൽ അവരുടെ മാതൃത്വം ഉടലെടുക്കുന്നതാണ്. അതാണ് അവസാനം കുട്ടികളെ എടുക്കുന്ന ഒരു ചടങ്ങ്. ആൾക്കാരെല്ലാം പേടിക്കാണ്ടിരിക്കാനും അതൊരു സയൻസാണ്. പേടിക്കില്ല കുട്ടികൾ, മിക്ക കുട്ടികളും ഉറക്കത്തിലാവും. അവർ ഇത്രയും വലിയൊരു രൂപം പിന്നെ കണ്ടിട്ടുണ്ടാവില്ല, ആ പേടി അവിടെ തീരും. അപ്പൊ അതിന്റെ ഇതൊരു കഥയിൽ പറയുമ്പോ സുബ്രഹ്മണ്യോടും ഗണപതിയോടും ശിശുക്കളുടെ രൂപത്തിൽ ഗോപുരത്ത് കിടക്കാൻ പറയാ. അപ്പൊ അവരെ വന്ന് വാരി എടുക്കുമ്പോ ആ ഒരു കലി കുറച്ച് ശമിക്കുന്നുണ്ട്. ശിവന്റെ നെഞ്ചില് ചവിട്ടി നിൽക്കുന്ന ഒരു കാളിയുടെ അത് ഒരുപാട് ചിത്രകാരന്റെ ഭാവനാന്ന് എനിക്ക് പറയാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത് കലാകാരന്റെ ഭാവനയായിരിക്കാം. ശേഷം കളിവിളക്കിനു മുന്നിലും ഭഗവതിയുടെ നടയ്ക്കു മുന്നിലും പന്തം കൊണ്ട് ഒഴിയുന്നു. തുടർന്ന് വഴിപാട്ടുകാരെയും മറ്റു ഭക്തജനങ്ങളെയും പന്തം കൊണ്ട് ഒഴിയുന്നു.
അഴിച്ച തിരുമുടി കളിവിളക്കിനു മുന്നിലും ഭഗവതിയുടെ മുന്നിലും ഒഴിഞ്ഞതിനു ശേഷം മാത്രമേ വഴിപാട്ടുകാരെയും മറ്റു ഭക്തജനങ്ങളെയും ഒഴിയുകയുള്ളൂ. ശേഷം വഴിപാട്ടുകാർ ദക്ഷിണ വച്ച അമ്മ കാളിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. തുടർന്ന് മറ്റു ഭക്തജനങ്ങളും ദക്ഷിണ വച്ച അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. ഭക്തിസാന്ദ്രമായ ആ മൂകതയിൽ എല്ലാം പരിസമാപ്തി കുറിക്കുന്നു.